പ്രതിഷേധവും ആക്രമണവും തമ്മിൽ രണ്ടും രണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു വനിതാ മന്ത്രിനെ ഒരു ജില്ലയിൽ പ്രവേശിച്ചിട്ട് 3 സ്ഥലത്ത് പ്രതിഷേധം നടത്തി എന്നുള്ളത് വെക്കാം. അത് അംഗീകരിക്കുകയും ചെയ്യാം. കാരണം അവർ ചെയ്തൊരു തെറ്റുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭരണം നല്ലതല്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നല്ലതല്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് KSUവിനോ കോൺഗ്രസിനോ ഒക്കെ പ്രതിഷേധിക്കാം. പക്ഷേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വനിതാ മന്ത്രി അവരുടെ ഔദ്യോഗിക പരിപാടിയും കഴിഞ്ഞ് അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചാടി വീഴുകയാണ്. അതിനെ പ്രതിഷേധം എന്ന് പറയുന്നത് തന്നെ അതിനെയാണ് ആദ്യം അപലപിക്കേണ്ടത്. കാരണം അങ്ങനെയല്ല അത് പറയേണ്ടത്, അതിനെ ആക്രമണമായി കാണുക എന്നുള്ളതാണ്. 3 കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ KSUവിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ കണികൾ ഈ ഒരു വനിതയെ, മന്ത്രിനൊക്കെ മാറ്റി വെച്ചോളൂ, വനിതയെ ആക്രമിക്കാൻ വന്നാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞാൽ മതി. വേറെ ഒന്നിനെക്കുറിച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട. അത് നിങ്ങൾ ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ തകർച്ചയെ കുറിച്ചിട്ടോ ചികിത്സാ പിഴവിനെ കുറിച്ചിട്ടോ എന്തു തന്നെ ആയിക്കോട്ടെ, അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ടെന്നേ. ഒരു വീട്ടിൽ കയറി വന്നിട്ട് വീട് ആക്രമിക്കാൻ വരികയാണ്, അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ ആളില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് വരുന്നത്? റീത്തുമായിട്ട് വരികയാണ്, എന്നിട്ട് റീത്ത് വെക്കുകയാണ് ആ വീടിന് മുമ്പിൽ എന്നുള്ളതാണ്. അവിടെ മന്ത്രിക്ക് ഓഫീസില്ലേ, അവിടെ സെക്രട്ടേറിയറ്റ് ഇല്ലേ, അവിടെ ഫെസിലിറ്റി ഇല്ലേ, എല്ലാം ചെയ്തുകൂടെ? ഒരു വീട്ടിലേക്ക് റീത്ത് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ? ഈ ആക്രമണവും ഈ പറഞ്ഞ പ്രതിഷേധവും തമ്മിൽ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്? രണ്ടിനും രണ്ടായിട്ട്. ഇത് കോൺഗ്രസ്സുകാരെ ആരെങ്കിലും പഠിപ്പിക്കണോ? ഞാൻ പറയുന്നത് ഇത് ആര് ചെയ്താലും ശരികളെന്നല്ല, ആര് ചെയ്താലും തെറ്റാണ്. ഇത് വലിയ രീതിയിൽ ആക്രമണം നടത്തുക, എന്നിട്ട് ഇങ്ങനെയാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ തിരിച്ചു കിട്ടുമ്പോൾ മേടിക്കാൻ നിന്നാൽ മതി. അതാണ് പറയുന്നത്. ഇങ്ങനെയാണ് ആക്രമണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടേണ്ട, അയ്യോ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നേ, അത് മാത്രം ആക്രമണവും ഇത് പ്രതിഷേധമാകാൻ പാടില്ല. ഞങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് അത് ആക്രമണമാണ്, ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് പ്രതിഷേധമാണെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നിങ്ങൾ പ്രതിഷേധിക്കുമോ? പ്രതിഷേധിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ലാത്തി ചാർജ് കണ്ടിട്ടില്ലേ, അവിടെ ബാരിക്കേഡ് വെച്ച് തടയുന്നത് കണ്ടിട്ടില്ലേ, അവിടെ ജലപീരങ്കി ഇത് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, കരിങ്കോടി കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ കാണും. പക്ഷേ എന്താണ്, ഒരു വനിതയാണ് അവിടെ വരുന്നതെന്നും ഇത് മന്ത്രിയാണോ എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറം ഇതൊരു വനിതയാണെന്നും ഈ വനിതകൾക്ക് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ രോഗങ്ങളും അവരുടേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഈ പറയുന്ന 20, 18, 25 ഇടയ്ക്ക് പ്രായമുള്ളവരല്ലല്ലോ, ആണോ? 50 വയസ്സിന് മേലേക്കുള്ളവരാണ് കൂടുതൽ ആൾക്കാരും. അവർക്ക് അവരുടേതായ രോഗങ്ങളുണ്ടാവാം, അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവാം, അവരുടേതായ BP, ഷുഗർ പോലെയുള്ള സാധാരണ രോഗങ്ങളുള്ള ആൾക്കാരുണ്ടാവില്ലേ? പെട്ടെന്ന് വന്ന് ചാടി വീണാൽ ഞെട്ടിയാൽ പോരെ മനുഷ്യന്? പെട്ടെന്ന് ഞെട്ടിയാൽ പോരെ? എന്താ സംഭവിക്കുക? ഇതുപോലും മനസ്സിലാക്കുന്നില്ല എന്നേ. ഇതൊക്കെ ഞാൻ പറയും. എന്നിട്ടെന്ന് പറയാം, ഞങ്ങൾക്ക് ഇത്രയും മനസാക്ഷിയുള്ളത് നിങ്ങൾ കണക്കാക്കിക്കോളൂ എന്ന് വിളിച്ചോടെ ചാനലിൽ വന്നിരുന്നിട്ട്. ഞങ്ങളുടെ മനസാക്ഷി ഇവരാണ് നാളെ രാവിലെ അധികാരത്തിൽ വരേണ്ടത്. ഞങ്ങൾക്ക് ഇത്രയും മനസാക്ഷിയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് നാളെ അധികാരത്തിൽ വരേണ്ടത്, അല്ലേ? ഞാൻ പറയുന്നറിയോ, കേരളത്തിലൊരു നിയമസഭ ഉണ്ടായിരുന്നല്ലോ, അവസാനത്തെ നിയമസഭയായിരുന്നല്ലോ, അവിടെയാണല്ലോ കത്രിക വെച്ച് കേസുണ്ടായിരുന്നത്. ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നുകൂടായിരുന്നോ? ഈ പറഞ്ഞ ചികിത്സാ നെഗ്ലിജൻസിന് എല്ലാത്തിനും കൂടി ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നുകൂടായിരുന്നോ? ഈ വീണ മന്ത്രി ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നുകൂടായിരുന്നോ? ചെയ്തില്ലല്ലോ. എന്തിനാത് ചെയ്യുന്നത്? ഇലക്ഷനാണെന്നേ, ഇലക്ഷനാണ്. ഇന്ന് ഞാൻ മറ്റന്നാൾ വയനാട്ടിലേക്ക് വീണ മിനിസ്റ്റർ വരുന്നുണ്ട്. അതിന് ഞങ്ങൾ കാണിക്കുന്ന വെച്ചിട്ടൊരു അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു പ്രസംഗം കേട്ടു. ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രസംഗമാണ്, നിങ്ങളത് കേട്ടു നോക്കണം, ഞാനത് പറയുന്നില്ല. ഇത്ര മോശമായിട്ടാണ് വനിതകളെയല്ലേ പറയുന്നതെന്നേ, വനിതകളെയല്ലേ പറയുന്നത്? കാരണം ഇത്ര സ്ത്രീ വിരോധം കൊണ്ടാണോ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നത്, അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ? ഇവർക്ക് കേരളത്തിൽ വനിതാ മന്ത്രിമാരൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇതുപോലെ കേരളത്തിൽ ഏതെങ്കിലും വനിതാ മന്ത്രിനെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നല്ലോ, CPM ഇടതുപക്ഷം പ്രതിപക്ഷത്തുണ്ടായിരുന്നു. എത്ര വനിതാ മന്ത്രിമാരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് കാണിച്ചുകൊണ്ടാ? ഒരെണ്ണം കാണിച്ചോണ്ടാ? അപ്പം പറയുന്നത് എന്താണ്? പറയുന്നത് വേറൊരു കാര്യവും, പ്രവർത്തിക്കുന്നത് വേറൊരു കാര്യവും. വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിച്ചു പോകണ്ടേ? ഞാൻ പറയുന്നത് ഒരു ജില്ലയിൽ ഒരു പ്രതിഷേധം നടത്തണം, ശക്തമായ പ്രതിഷേധം നടത്തിയാൽ ഒരു സ്ഥലത്താണെങ്കിൽ അത് ക്ലാരിറ്റി ഉണ്ടാവും, അത് മാധ്യമപ്രവർത്തകർക്ക് അറിയാം, അത് മാധ്യമപ്രവർത്തകർക്ക് ചെയ്യാം. ഇതെന്താ സംഭവിക്കുന്നത് അറിയോ? ഇത് ഒളിച്ചു പാത്ത് നിന്നിട്ട് കരികൊടിയായിട്ട് ചാടി വീഴുകയാണ്. എത്ര പോലീസുകാരെയാണ് ഒരു വനിതാ മന്ത്രി കൊണ്ടു നടക്കേണ്ടത്? ഒരു സ്ഥലത്ത് ഒരു വനിതാ മന്ത്രിയല്ലെന്നേ, ഒരു MLA ആയിക്കോട്ടെ, വനിതാ MLA നിങ്ങൾ എത്ര സ്ഥലത്ത് കൊണ്ടു നടക്കുക? എത്ര പോലീസുകാരെ കൊണ്ടു നടക്കണം?
ഇപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിമാനത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ശൈലിയാണ് ഞാൻ പറയുന്നത്. വിമാനത്തിന്റെ അകത്ത് പ്രതിഷേധിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ. വിമാനത്തിന്റെ അകത്ത് എന്താ, തൊട്ട് മുൻപിലിരുന്ന സീറ്റിൽ നിന്നും വിമാനം ലാൻഡ് ചെയ്ത ഉടനെ എണീറ്റ് ചാടി ആക്രമിക്കാൻ വരികയാണ് മുഖ്യമന്ത്രിക്കെതിരെ. ഇതിനാണ് പ്രതിഷേധം എന്ന് പറയുന്നത്. ഇത് ഏത് രാജ്യത്തെ പ്രതിഷേധ? ലോകത്തെവിടെയും നടക്കും ഇങ്ങനത്തെ പ്രതിഷേധം? നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രതിഷേധം? ഈ പറയുന്ന LDF നടത്തും. ഞാൻ പറയുന്നത് സമരത്തിൻ്റെ ഇടയ്ക്ക് കല്ലെറിഞ്ഞു, വടിയെടുത്തെറിഞ്ഞു, കാറിനെ ആക്രമിച്ചു, നിങ്ങൾ കരിക്കൊടി കാണിച്ചു, ചില്ലെറിഞ്ഞു പൊട്ടിച്ചു, ഒക്കെ സമ്മതിക്കാം. അത് അവിടെ ഒരു സമരത്തിൻ്റെ ഒരു എന്താണ് ഒരു അതിനൊരു അങ്ങനെ ഒരു സ്ഥലമാണത്, ഒരു സമരത്തിൻ്റെ സ്ഥലമാണത്. അവിടെ അത് സംഭവിക്കാം. ഇത് ആക്രമിക്കുകയാണ്, പേഴ്സണലായിട്ട് ആക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ നോക്കുന്നു, മന്ത്രിമാരെ ആക്രമിക്കാൻ നോക്കുന്നു. ഇത് ഏത് പ്രതിഷേധ ശൈലിയാ? അതിന് ആകെ ഇവരുടെ കയ്യിലുള്ള സ്ഥലത്ത് കരിക്കൊടി. ഇതിന് ഇവർ പറയുന്ന ഏക കരിക്കൊടി കാണിക്കാൻ വരികയാണെന്ന് പറഞ്ഞു. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കരിക്കൊടി എടുത്ത് ചാടുകയാണ്. ഞാൻ പറയുന്നത്, ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സ്ഥലത്ത് കരിക്കൊടി കാണിക്കാൻ തെറ്റില്ല. അല്ലെങ്കിൽ ഒരു 10 or 25 ആൾക്കാർ കൂടി നിന്ന്, അല്ലെങ്കിൽ 10 or 50 ആൾക്കാർ കൂടി നിന്നിട്ടുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റില്ല. ഇത് 10, 80, 70 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വണ്ടിയുടെ മുമ്പിൽ എവിടെയെങ്കിലും ഒരു മൊബൈൽ ക്യാമറ വെച്ച് നിന്നിട്ട് നേരെ ചാടുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാണുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നേരെ ചാടുകയാണ്. ഈ വണ്ടി വെട്ടിക്കുന്ന സമയത്ത് ഇടിക്കാൻ പോകുന്നുണ്ടാവാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ? ഇപ്പം നേരത്തെ മാധു പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, വീണ ജോർജിനൊന്നും സംഭവിക്കേണ്ട. ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുന്ന ആളുണ്ടല്ലോ, ഒരു പ്രായമായ സ്ത്രീ ഈ തിരക്കിനിടയ്ക്ക് തട്ടി റെയിൽവേ പാളത്തേക്ക് വീണ അവസ്ഥ എന്താ? വെറുതെ വീണാ മതി. ഞാൻ ട്രെയിൻ വരണമെന്നില്ല, വെറുതെ വീണാ മതി. എത്ര അടിയാ? 5.5 അടി 6 അടി കുഴിയിലേക്കാണ് വീഴുന്നത്. ആ പോലീസുകാർ തള്ളിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എത്ര പേരാ ഒതുക്കി സൈഡിലേക്ക് പോകുന്നത്? ഇതൊക്കെ സാമാന്യ ബോധ്യം മനസ്സിലാക്കിക്കൂടെ? ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൻ്റെ ക്യാബിനിൽ കയറിയിരുന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ, KSUക്കാർ വിചാരിച്ചാൽ സമരം നടത്താൻ പറ്റില്ല. അതിൻ്റെ അകത്ത് നടത്താൻ പറ്റില്ലേ? അത് വിശ്വസിച്ചിട്ടാണോ കേരളത്തിലെ മന്ത്രി നടക്കുന്നത്? അവിടെ അങ്ങനെ ഒരു സമരം നടക്കില്ല എന്നത് കേരളത്തിലെ ജനങ്ങളാണെന്നും ഇവിടുത്തെ കേരളത്തിലെ ഒരു പാരമ്പര്യം ഉണ്ടെന്നും വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഇത് വിശ്വസിച്ചിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നത്. പണ്ട് ചാവേറാക്രമണം നടത്തുന്ന പോലെയാണ്. ഒരു മര്യാദയുമില്ലാതെ എന്ത് വേണേലും ചെയ്യുക. ഇതെല്ലാം പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ ചികിത്സാ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ? ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അടിസ്ഥാന വികസനം ഉണ്ടായിട്ടില്ലേ? അതൊക്കെ പറയേണ്ട സ്ഥലത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയുക, നിയമസഭയിലെങ്കിലും പറയുക, എന്നിട്ട് വന്നിട്ട് ഈ പണിയെടുക്കുക. അപ്പോൾ നമുക്കൊരു രസമുണ്ട്. അവിടെ പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യമാണല്ലോ ഇവിടെ നടക്കുന്നത്. അവിടെ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഈ പണി. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. മിനിഞ്ഞാന്ന് രാജീവ് മിനിസ്റ്റർ 5 വർഷം പൂർത്തിയാക്കി അവസാനത്തെ മന്ത്രിസഭയുടെ അവസാനത്തെ ദിവസം ചോദിക്കുകയാണ്, എന്താ ഈ പറയുന്ന 5 വർഷം ഭരിച്ചിട്ട് കേരളത്തിലെ മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ പോയ ആൾക്കാരാണ്. പ്രമേയം സഭയിൽ കൊണ്ടുവരാതെയാണ്. അതെ, ഞാൻ പറയുന്നത്. എന്നിട്ട് അവസാനം ഇറങ്ങിപ്പോയ ആൾക്കാരാണ് ഈ പറയുന്ന നടുറോഡിൽ ഇത് കാണിക്കുന്നത്. ഒരാഴ്ച ഇലക്ഷനുള്ളൂ. എന്നിട്ട് ഇതിന് ഞാൻ പറയുന്നത്, ആക്രമണം നടത്തുമ്പോൾ തിരിച്ച് ആക്രമണം കൂടെ നേരിടാൻ തയ്യാറായി നിന്നോളുക. ഏതൊരുത്തരം അക്രമവും നമ്മൾ അവലംബിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് സാർ, ന്യായീകരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട KPCC പ്രസിഡന്റ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, KPCC പ്രധാനപ്പെട്ട നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒക്കെ വന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത് അപലപിക്കുന്നില്ല. ഇത് അപലപിക്കാതെ ഇതിനെ ന്യായീകരിക്കുന്നതുകൊണ്ടാണ്. ഇത് ന്യായീകരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിഷേധം ആക്രമണമായി മാറുന്നത്. അതിനെ അപ്പം തള്ളി പറയണ്ടേ? അത് ശരിയായ നടപടിയല്ല. പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞിട്ടില്ലല്ലോ. അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കണം. ആ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറേ ഞാൻ പറയുന്നത്, എൻ്റെ സഹപ്രവർത്തകർക്ക്, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പുറം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം ആ കൂടെ ആക്രമിച്ച ആളെ തള്ളി പറയാനുള്ള മാന്യത അല്ലെങ്കിൽ മര്യാദ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കാണിച്ചാൽ മതി. അത് അപ്പുറം ഒരു വനിതാ നേതാവായിരുന്നെന്നും ഈ വനിതാ നേതാവിന് ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടതെന്നും ഇങ്ങനെ ഒരു പ്രവർത്തകരും ഇങ്ങനെ ഒറ്റയ്ക്കോ പെട്ടയ്ക്കോ പോയിട്ട് സമരം നടത്തേണ്ടതില്ല എന്നും പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ.